ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി ജന സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് സർവീസിനായിട്ട് വന്നതാണ്. അതേപോലെ തന്നെ അതിനകത്ത് ചെയിൻ്റെ ഭാഗത്ത് സൗണ്ട് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാം, വൈസറിൻ്റെ ഭാഗത്തു നിന്ന് സൗണ്ട് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട്, ഷോക്ക് ചെക്കപ്പ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ചെയിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ അടിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് കോൺസെപ്റ്റും ചെറിയൊരു അടി കാണിക്കുന്നുണ്ട്, ഗട്ടറിലൊക്കെ ചാടുമ്പോൾ അടിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഓടിച്ചു നോക്കുമ്പോൾ കിട്ടിയ കംപ്ലൈൻറ്റ് കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കമ്പനി ലൈനർ കിടക്കണത് പുതിയ ലൈനറാണ്, വലിയ പഴക്കമായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു. ഹബിനകത്തായാലും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ചെറിയൊരു സ്ക്രാച്ചൊക്കെ ഉണ്ട്. നമുക്കൊന്ന് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ആക്കാം. ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ചെയിൻ്റെ ഭാഗത്ത് നമുക്ക് സൗണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂസായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കിടക്കണ ചെയിൻ കമ്പനി ചെയിനൊന്നുമല്ല, റോളൻ്റെ ചെയിനാണ് കിടക്കുക. പക്ഷേ അതിൻ്റെ ഓവർലാപ്പിങ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു സൗണ്ട് എങ്ങനെ നോക്കിയാലും ഉണ്ടാവും. ഞാനിപ്പോൾ ചെയിൻ ഗ്രീസ് ചെയ്തൊന്ന് റീസെറ്റ് ചെയ്തേക്കാം. ഇതൊക്കെ ശരിക്കും ജെനുവിൻ പാർട്സ് ഉപയോഗിക്കണതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. നമുക്ക് തോന്നും അത് കുറച്ചുകൂടി ബെറ്റർ ഇതായിരിക്കും ലൈഫ് കിട്ടാമെന്ന്, അത് നമുക്ക് തോന്നുന്നതാണ്. കാരണം നമ്മൾ അത്യാവശ്യം എല്ലാ ഭാഗം തന്നെ ഉപയോഗിച്ചതിനാണ്. ഇത് ശരിക്കും പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചെയിൻ ലൂസായിട്ട് കിടന്ന് ഓടാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ചെയിൻ അടിച്ചിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം അടിച്ചിട്ട് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെയിൻ ഓവർലാപ്പിങ് വരും, കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏത് ചെയിനും പോകും നമുക്ക് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഇത് വലിയ പഴക്കമില്ല കണ്ടോ, പുതിയ ചെയിനായിട്ടാണ് കാണുന്നത്. സ്പോക്കറ്റ് പുതിയതാണ്. അപ്പോൾ തൽക്കാലം ഗ്രീസ് ചെയ്തിടാം. ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത് കുറേ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ എന്നാലും ഇടയ്ക്ക് ലൂസ് വന്ന സമയത്ത് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഏകദേശം ഒരു 1000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ചെയിൻ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യാം. ചെയിൻ ഓയിൽ കൊടുക്കണമെങ്കിൽ ഓയിൽ കൊടുക്കാം, ഗ്രീസ് ഇടണമെങ്കിൽ ഗ്രീസ് ഇടാം. എന്നാൽ തന്നെയാണ് ചെയിൻ കിട്ടുള്ളൂ കേട്ടോ. അത് എത്ര നല്ല ചെയിൻ മേടിച്ചിട്ടാലും അതാണ് അവസ്ഥ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററൊന്നുമല്ല, പക്ഷേ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് കിടക്കണം കേട്ടോ. പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. പരമാവധി ഉപയോഗിക്കുക. അതിന് ശേഷം മാറ്റിയിടുമ്പോൾ ഒറിജിനൽ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ എയർ ഫിൽറ്ററുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലയിൻസൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാത്തതാണ്. എഞ്ചിൻ ഹെഡിനകത്തൊക്കെ കയറുന്ന കരിയുടെ അളവൊക്കെ നേരെ ഡബിളായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ എയർ ഫിൽറ്റർ, പ്ലഗ്, കാർബറേറ്ററിനകത്ത് വന്ന ഭാഗങ്ങൾ, ഒട്ടുമിക്ക സാധനങ്ങളും ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ. ഇത് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ പൈസ നമ്മുടെ നിന്ന് പോവുകയും ചെയ്യും, അതിൽ കൂടുതൽ കംപ്ലയിൻസ് നമുക്ക് വന്ന് കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ ഈ ബാറ്ററിക്ക് ഒന്ന് ചെക്ക് ചെയ്തു. ബാറ്ററി നമുക്ക് 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട് ബാറ്ററിക്ക്, വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ. ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയതുകൊണ്ട് ഓയിൽ മാറുന്നുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വൈസറിൻ്റെ ഭാഗത്ത് ചെറിയ സൗണ്ട് വ്യത്യാസമുണ്ട്, ജെർക്കിങ് സൗണ്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും. അതേപോലെ കോൺസെറ്റ് അടിക്കുന്നുണ്ട്. കോൺസെറ്റ് തൽക്കാലം ടൈറ്റ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ച് നോക്കാം. നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലൊക്കെ, കാരണം അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. കാരണം ഒരു മഴ അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നന്നായിരിക്കും. മഴയത്താണ് ഏറ്റവും കൂടുതൽ ബെയറിങ്, ചെയിൻ, അങ്ങനത്തെ ബ്രേക്ക് പാഡൊക്കെ കംപ്ലയിൻറ്റ് വരുന്നത് മഴയുള്ള സമയത്താണ്. കാരണം അത് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ശ്രദ്ധ ചെല്ലില്ല. അതാണ് കംപ്ലയിൻറ്റ് വരുന്ന മെയിൻ റീസൺ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ വൈസറിൻ്റെ ഉള്ളിൽ നിന്ന് ജെർക്കിങ് വരാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഹെഡ്ലൈറ്റ് വരുന്ന ഭാഗത്ത് ഒരു ക്ലിപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വൈബ്രേഷൻ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ടച്ച് ചെയ്ത് ജെർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ലെഗ് ഒടിഞ്ഞ് പോയിക്കുന്നത് ശരിക്കും അത് മാറ്റിയിടാനും വേണ്ട, നമുക്ക് തൽക്കാലം അത് അല്ലാത്ത രീതിയിലേക്ക് എന്തെങ്കിലും ചെയ്ത് ആ ജെർക്കിങ് ഒഴിവാക്കാനുള്ള സംവിധാനം എന്തെങ്കിലും നോക്കാം കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ടായിരിക്കും. ബ്രേക്ക് പാഡൊക്കെ നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പാഡ് സെറ്റ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി. അതേപോലെ ബ്രേക്കിൻ്റെ ബൂട്ട് സെറ്റ്, കാലിപ്പർ ബൂട്ടൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആയി. ബൂട്ട് മാറ്റിയിടണം നമുക്ക്, കാലിപ്പർ ഒന്ന് അയച്ച് ഗ്രീസിങ് നടത്തിയിട്ട് റീസെറ്റ് ആക്കിയിടാം. അപ്പോൾ പിന്നെ ആ പ്രോബ്ലം അവിടെ അങ്ങോട്ട് തീർന്നു പോകുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് നമുക്ക് സ്പാർക്ക് പ്ലഗ്ഗാണ്. പ്ലഗിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. പ്ലഗും പുതിയ പ്ലഗ്ഗാണ് കിടക്കണം കേട്ടോ. ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് രാവിലെ എടുക്കുമ്പോൾ കുറേ നേരത്തേക്ക് നമുക്ക് വണ്ടി ഏറുപിടുത്തം, വണ്ടി മൂവ് ആവണില്ല, അങ്ങനത്തെ കംപ്ലയിൻറ്റ് ഉണ്ട്. അത് നിലവിൽ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം. ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അതൊന്ന് അഴിച്ച് നോക്കിയാലാണ് കൃത്യമായിട്ട് അതിൻ്റെ കണ്ടീഷൻ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് അതനുസരിച്ചിട്ട് നമുക്കൊന്ന് അഴിച്ചാൽ നമുക്ക് ഏകദേശം ഒരു 500 രൂപ താഴെ നമുക്കത് ചിലവ് തന്നെ ഉണ്ട്. അതായത് വാക്യൂം പിസ്റ്റൺ കംപ്ലയിൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 500 രൂപ താഴെ നമുക്ക് അതിൻ്റെ റേറ്റ് വരും. വാക്യൂം പിസ്റ്റൺ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ വാക്യൂം പിസ്റ്റൺ മാത്രമേ 700 ചില്ലാണ്ട് നമുക്ക് വരുന്നുണ്ട്. എന്തായാലും കാർബറേറ്ററുമായി റിലേറ്റഡായിട്ട് കംപ്ലയിൻറ്റ് ഉണ്ട്. കാരണം വണ്ടി കാലത്ത് എടുത്തിട്ട് ഉപയോഗിക്കാൻ നേരത്ത് വലിയ ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ.
അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം, അത് റെഡി ശരിയാണോ നിങ്ങൾക്ക് അങ്ങനെ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അഴിച്ചു നോക്കിയിട്ട് ആ പ്രോബ്ലം പരിഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കൈയോടെ നമുക്കത് പരിഹരിച്ച് വിടണം നല്ലത്. സാധാരണ കാർബറേറ്ററുമായി റിലേറ്റഡ് ഇപ്പോൾ കംപ്ലയിൻറ്റ് കൂടുതലാണ്, പക്ഷെ എന്നാൽ പോലും നമുക്ക് ഒരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ടേ നിലവിൽ നമുക്ക് വർക്ക് ചെയ്തു വരും ഏകദേശം എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടായിരുന്നു. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം വണ്ടി ഓൾറെഡി റാമ്പിലാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരമാവധി നമ്മൾ റിപ്ലൈ ഇടാനായിട്ട് വൈകരുത്, കാരണം ഞാൻ അപ്പോൾ പിന്നെ വീണ്ടും വണ്ടി ഡിലേ പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ പരമാവധി കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.